ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം അമ്മയ്ക്ക് ആഹാരത്തിനോടൊക്കെ ഭയങ്കര വെറുപ്പാണ്. എന്തെങ്കിലും നല്ല എരിവുള്ള എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. ഇഞ്ചിക്കറിയോ ചമ്മന്തിപ്പൊടിയോ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇഞ്ചി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് വെച്ച് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് വറുത്തെടുക്കുന്നത്. ചമ്മന്തിപ്പൊടി കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മാത്രം. അതുകൊണ്ട് കുറച്ച് ഉഴുന്ന് വറുത്തെടുത്തു. അത് കഴിഞ്ഞ് സാമ്പാർ പരിപ്പ് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ്. ഞാൻ ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞ് 2 അല്ല കേട്ടോ, ഒരു 3-3.5 ടേബിൾ സ്പൂൺ വരും കേട്ടോ. അതിന് കഴിഞ്ഞിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പാണ് വറുത്തെടുത്തത്. ഇനി ഒരു ചെറിയ കഷ്ണം കായം വറുത്തെടുക്കാം. കായവും കൂടെ വറുത്ത് അതിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇതിലേക്ക് പച്ചത്തേങ്ങയാണ് വറുക്കാനായിട്ട് ഇടുന്നത്. ഇന്ന് ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് പച്ചത്തേങ്ങയും ഉണക്കത്തേങ്ങയും കൂടെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പച്ചത്തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. പച്ചത്തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു അല്പം പുളി ഇട്ട് കൊടുക്കാവേ. ചമ്മന്തിക്ക് നമ്മൾ സാധാരണ കുറച്ച് പുളിയല്ലേ ചേർത്ത് കൊടുക്കാറുള്ളൂ, അതുപോലെ ഒരു അല്പം പുളി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണക്കത്തേങ്ങ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാം മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചിലർക്ക് എരി കൂടുതലാണ് ആവശ്യം. ഇപ്പോൾ ഞാൻ കുറച്ചൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറഞ്ഞതായതുകൊണ്ടാണ് അത്ര ചേർത്ത് കൊടുക്കുന്നത്. ആ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ ഉഴുന്ന് പരിപ്പും സാമ്പാർ പരിപ്പും എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 2-3 സെക്കൻഡ് നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ അതെല്ലാം തണുത്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി. ദോശ കഴിക്കാനും കഞ്ഞി കുടിക്കാനും ചോറ് കഴിക്കാനും ഇഷ്ടമുള്ളവർക്ക് എന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി പൊടിച്ചതിന് ശേഷം നമ്മളൊരു ചില്ല് കുപ്പിയിലാക്കിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊടുത്തു വിടുന്നത്. ഞാൻ നേരത്തെ ഉണക്കത്തേങ്ങ വെച്ച് മാത്രം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ പൊടിച്ചെടുത്തപ്പോൾ മുഴുവൻ എണ്ണയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് എടുത്തിട്ടുള്ളത് എണ്ണ കുറഞ്ഞ തേങ്ങയാണ്, ഉണക്കത്തേങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബൈ ബൈ.